ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം നമുക്ക് യൂട്യൂബിൽ വ്യൂസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമുക്കതിൽ വ്യൂസ് ഒന്നും കാണാതെ ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ യൂട്യൂബിൽ നിന്നും മാറി നിൽക്കും. അതല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് നമ്മൾ കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് നമ്മൾ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ യൂട്യൂബ് വീഡിയോയിൽ വ്യൂസ് കൊണ്ടുവരാൻ സാധിക്കും, അതും ജനുവനായ രീതിയിൽ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോ. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിലെ ഗ്രാഫാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എനിക്ക് എത്ര സെർച്ച് വ്യൂസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ സെർച്ച് വ്യൂസ്, അതേപോലെ ബ്രൗസ് ഫീച്ചർ, അതേപോലെ സജസ്റ്റഡ് എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രൂഫ് തന്നിട്ട് വേണമല്ലോ എന്ത് കാര്യത്തിനും നമ്മൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒറിജിനലായ ഒരു പ്രൂഫ് തന്നിട്ട് വേണം. അപ്പോൾ എനിക്ക് എങ്ങനെ എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിൽ ഇത്രയും വ്യൂസ് വന്നു, അതും യൂട്യൂബിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്തുകൊണ്ട് വന്നു എന്നുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ ഏത് ടോപ്പിക്കാണ് നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് ആ കീവേഡ് ഉപയോഗിച്ച് നമ്മൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ സജസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ കാണിക്കും. ആ കീവേഡിൽ റാങ്കിങ് ചെയ്യുന്ന വീഡിയോസ് അതേപോലെ ചാനൽസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും ടോപ്പിലുള്ള ഷോർട്സ് വീഡിയോ ഇനിയാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. ആ ഷോർട്സ് വീഡിയോ നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഷോർട്സ് വീഡിയോസ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഷോർട്സ് വീഡിയോസ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക, ഷെയർ ചെയ്ത് അതിൻ്റെ ലിങ്ക് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് യൂട്യൂബിൻ്റെ തന്നെ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ടാഗ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന YT ടൂൾ, അതേപോലെ തന്നെ ടാഗ് എന്നുള്ള ആപ്ലിക്കേഷനുകളുണ്ട്. അതിലേക്ക് നമ്മളൊന്ന് കോപ്പി ചെയ്ത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടാഗ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഈ മൂന്നും നമ്മളുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കീവേഡും അതേപോലെ തന്നെ ടൈറ്റിലും തംബ്നെയിലും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് വ്യക്തമായ രീതിയിൽ കാണാൻ സാധിക്കും. ഇപ്പോഴും നിങ്ങൾ കാണുന്നുണ്ട് എൻ്റെ സ്ക്രീനിൽ എങ്ങനെയാണ് എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഈ രീതിയിൽ എത്തിയത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യങ്ങൾ ജെനുവനാണോ അതോ ഫേക്ക് ആണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീഡിയോസ് 100% യൂട്യൂബ് സെർച്ചിലെത്തിയിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഈ കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.